നമസ്കാരം. ബംഗ്ലാദേശിൽ സ്ഥാനഭ്രഷ്ടയാക്കപ്പെട്ട പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീന ഉത്തർപ്രദേശിലെ ഗാസിയാബാദിൽ ഇന്ത്യൻ വ്യോമസേനാ താവളത്തിൽ ഇന്നലെ വൈകിട്ട് 5:36 എത്തിയപ്പോൾ രാത്രിയോടെ ഇന്ത്യ വിടുമെന്നാണ് പറഞ്ഞിരുന്നത് എങ്കിലും അഭയം നൽകാൻ മറ്റൊരു രാജ്യം കിട്ടാത്തതിനാൽ ഇതുവരെയും അവർക്ക് ഇന്ത്യ വിട്ടു പോകാനായിട്ടില്ല. ഇതോടെ അവർ ഇന്ത്യയിൽ തുടരുകയാണ്. ഇന്ത്യയുടെ അടുത്ത സുഹൃത്തായ ബംഗ്ലാദേശിലെ പ്രതിസന്ധി ഇന്ത്യയെയും ശരിക്കും ബാധിക്കുന്നുണ്ട്. ഇതോടെ രാഷ്ട്രീയ പ്രതിസന്ധി മറികടക്കാനുള്ള ശ്രമത്തിലാണ് ഇന്ത്യ. ഷെയ്ഖ് ഹസീനയ്ക്ക് രാഷ്ട്രീയ അഭയം നൽകണമെന്ന അപേക്ഷ ബ്രിട്ടൻ തള്ളിയതോടെ ഷെയ്ഖ് ഹസീന മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളെ അഭയത്തിനായി സമീപിക്കാനുള്ള ശ്രമം തുടങ്ങിയിട്ടുണ്ട്. രാജ്യം വിട്ട ഹസീനയുടെ ഇന്ത്യയിലെ ഇടക്കാലവാസം നീളുന്നതിനിടെ കേന്ദ്ര സർക്കാർ സർവകക്ഷി യോഗം വിളിച്ചു. പാർലമെന്റ് മന്ദിരത്തിൽ ചേർന്ന യോഗത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി, കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ, കേന്ദ്ര പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് എന്നിവർ പങ്കെടുത്തു. ഹസീനയ്ക്ക് ഏക സുഹൃത്തായി അവശേഷിക്കുന്ന ഇന്ത്യക്ക് ഹസീന വിരുദ്ധരുടെ ബംഗ്ലാദേശുമായുള്ള ഉഭയകക്ഷി ബന്ധവും വെല്ലുവിളിയാകും. ബംഗ്ലാദേശിൽ വിദ്യാർത്ഥി പ്രക്ഷോഭം അടിച്ചമർത്തുകയും നിരവധി പേർ കൊല്ലപ്പെടുകയും ചെയ്ത സാഹചര്യത്തിൽ ഷെയ്ഖ് ഹസീനയ്ക്ക് അഭയം നൽകുന്നതിൽ ബ്രിട്ടന് താൽപ്പര്യമില്ല. വിദ്യാർത്ഥി പ്രക്ഷോഭത്തോടും അതിനെ നേരിട്ട ഷെയ്ഖ് ഹസീനയുടെ ഏകാധിപത്യ പ്രവണതകളോടുമുള്ള അമേരിക്കൻ നിലപാട് ബ്രിട്ടനും കൈക്കൊണ്ടതാണ്. എന്നാൽ ബ്രിട്ടനിലെ അഭയാർത്ഥി നിയമപ്രകാരം അഭയം തേടാനായി ഒരാൾക്ക് ബ്രിട്ടനിലേക്ക് പ്രവേശനം അനുവദിക്കാനുള്ള വ്യവസ്ഥയില്ല എന്ന മറുപടിയാണ് ഇത് സംബന്ധിച്ച ചോദ്യത്തിന് UK ആഭ്യന്തര മന്ത്രാലയം നൽകിയത്. അന്തർദേശീയ നിയമങ്ങൾ പ്രകാരം ഹസീന സുരക്ഷിതമായി ആദ്യമെത്തിയ രാജ്യം തന്നെ അവർക്ക് അഭയം നൽകണം എന്ന നിലപാടാണ് ബ്രിട്ടൻ കൈക്കൊണ്ടിരിക്കുന്നത്. ബ്രിട്ടീഷ് സർക്കാർ ഹസീന വരുന്നതിന് വിസമ്മതം അറിയിച്ചതോടെ മറ്റേതെങ്കിലും രാജ്യങ്ങളെ സമീപിക്കാനുള്ള നീക്കങ്ങൾ തുടങ്ങിയിട്ടുണ്ട്. ഹസീന മുൻഗണന നൽകുന്നത് യൂറോപ്പാണെന്നും തെക്കൻ യൂറോപ്പിലെ ഏതെങ്കിലും രാജ്യങ്ങളിലേക്ക് പോകാനുള്ള നീക്കങ്ങളാണ് ഇപ്പോൾ നടത്തുന്നത് എന്നുമാണ് വിവരം. ബംഗ്ലാദേശിൽ നിന്ന് സുരക്ഷിതമായി രക്ഷപ്പെട്ട് സ്വന്തം വ്യോമതാവളത്തിൽ വന്നിറങ്ങാൻ വഴിയൊരുക്കിയ ഇന്ത്യക്ക് അവർക്ക് മറ്റൊരു രാജ്യം അഭയം നൽകും വരെ താൽക്കാലിക അഭയം നൽകേണ്ടി വരും. അതേസമയം ഹസീനയുടെ രാജിയെ തുടർന്ന് രൂപീകരിക്കുന്ന ഇടക്കാല സർക്കാരിനെ നൊബേൽ ജേതാവ് പ്രൊഫസർ മുഹമ്മദ് യൂനിസ് നയിക്കണമെന്ന നിർദ്ദേശവുമായി വിവേചന വിരുദ്ധ വിദ്യാർത്ഥി പ്രസ്ഥാനം രംഗത്ത് വന്നു. സമൂഹമാധ്യമത്തിൽ പോസ്റ്റ് ചെയ്ത വീഡിയോ സന്ദേശത്തിൽ വിദ്യാർത്ഥി നേതാക്കളായ നാഹിദ് ഇസ്ലാം, ആസിഫ് മെഹമ്മൂദ്, അബൂബക്കർ മസൂംദാർ എന്നിവരാണ് ഇക്കാര്യം ആവശ്യപ്പെട്ടത്. ഷെയ്ഖ് ഹസീനയുടെ രാജിയിലേക്ക് നയിച്ച സംവരണ വിരുദ്ധ പ്രക്ഷോഭത്തിന് നേതൃത്വം നൽകിയവരാണ് വിവേചന വിരുദ്ധ വിദ്യാർത്ഥി പ്രസ്ഥാനം. ബംഗ്ലാദേശ് സർവകലാശാലകളിലെ സർക്കാർ വിരുദ്ധ വിദ്യാർത്ഥികളുടെ കൂട്ടായ്മയാണ് ഇത്. 24 മണിക്കൂറിനുള്ളിൽ ഇടക്കാല സർക്കാർ രൂപീകരിക്കണമെന്നും വിദ്യാർത്ഥി പ്രസ്ഥാനം ആവശ്യപ്പെട്ടു. സൈന്യം ഭരണമേറ്റെടുക്കുകയും ഇടക്കാല സർക്കാർ രൂപീകരിക്കുമെന്ന് വാക്ക് നൽകുകയും ചെയ്തതിന് പിന്നാലെ സർക്കാർ എങ്ങനെയാവണമെന്ന നിർദ്ദേശം 24 മണിക്കൂറിനുള്ളിൽ നൽകുമെന്ന് വിദ്യാർത്ഥി നേതാക്കൾ അറിയിച്ചിരുന്നു. ബംഗ്ലാദേശിൽ ഗ്രാമീണ ബാങ്ക് സ്ഥാപിച്ച് ചെറുകിട സംരംഭങ്ങൾക്ക് പിന്തുണ നൽകി രാജ്യപുരോഗതിക്ക് സംഭാവന നൽകിയയാളാണ് മുഹമ്മദ് യൂനിസ്. ഹസീന രാജിവെച്ച് രാജ്യം വിട്ടതോടെ ബംഗ്ലാദേശിന് രണ്ടാം സ്വാതന്ത്ര്യം ലഭിച്ച പ്രതീതിയാണെന്നായിരുന്നു യൂനിസിൻ്റെ പ്രതികരണം. ഇടക്കാല സർക്കാർ രൂപീകരിക്കുന്നതിന് പ്രസിഡന്റ് മുഹമ്മദ് ഷഹാബുദ്ദീൻ അനുവാദം നൽകിയിട്ടുണ്ട്. സൈനിക വിഭാഗങ്ങളുടെ തലവന്മാർ, വിവിധ രാഷ്ട്രീയ പാർട്ടി നേതാക്കൾ, സമൂഹത്തിലെ പൗരപ്രമുഖർ എന്നിവരുമായി പ്രസിഡന്റ് നടത്തിയ ചർച്ചയിലാണ് തീരുമാനം. അതേസമയം ബംഗ്ലാദേശ് പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീന രാജിവെച്ച് നാടുവിട്ടതിന് പിന്നാലെ ഷെർപൂർ ജയിലിൽ നിന്ന് തടവുകാർ രക്ഷപ്പെട്ടു. 500ഓളം തടവുകാർ ജയിൽ ചാടിയതായിട്ടാണ് വിവരം. രക്ഷപ്പെട്ട തടവുകാരിൽ ആയുധധാരികളുമുണ്ടെന്ന് സി ന്യൂസ് റിപ്പോർട്ട് ചെയ്തു. ഷെർപൂർ ജയിൽ ഇന്ത്യ ബംഗ്ലാദേശ് അതിർത്തിയിൽ നിന്ന് ഏകദേശം 100 കിലോമീറ്റർ മാത്രം അകലെയായതിനാൽ ഇന്ത്യയിൽ സുരക്ഷാ ക്രമീകരണങ്ങൾ ശക്തമാക്കിയിട്ടുണ്ട്. രക്ഷപ്പെട്ടവരിൽ 20 പേർക്ക് തീവ്രവാദ ബന്ധമുണ്ടെന്നാണ് വിവരം. അതിർത്തിയിൽ ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സ് കൂടുതൽ സൈനികരെ വിന്യസിച്ച് സുരക്ഷ വർദ്ധിപ്പിച്ചു. ഷെയ്ഖ് ഹസീന രാജിവെച്ചതോടെ അവരുടെ ഔദ്യോഗിക വസതി മുതൽ പാർലമെന്റ് വരെ കലാപകാരികൾ കയ്യേറിയിരുന്നു. വസതിയിലേക്ക് ഇരച്ചെത്തിയ സംഘം അവിടെ കണ്ടതെല്ലാം മോഷ്ടിച്ചതായിട്ടാണ് റിപ്പോർട്ടുകൾ. ബംഗ്ലാദേശ് പാർലമെന്റിലേക്ക് അതിക്രമിച്ച് കയറിയവർ അവിടെ ഇരുന്ന് പുകവലിക്കുന്നതിൻ്റെയും സെൽഫി എടുക്കുന്നതിൻ്റെയും വീഡിയോ ദൃശ്യങ്ങളും സമൂഹമാധ്യമങ്ങളിൽ പ്രചരിക്കുന്നുണ്ട്. 71 ബംഗ്ലാദേശ് വിമോചന യുദ്ധത്തിൽ പങ്കെടുത്തവരുടെ അനന്തര തലമുറകൾക്ക് സർക്കാർ ജോലികളിൽ 30% സംവരണം നൽകുന്നതിനെതിരെ ജൂലൈയിൽ നടന്ന രാജ്യവ്യാപക പ്രക്ഷോഭത്തിൻ്റെ തുടർച്ചയായിട്ടാണ് കഴിഞ്ഞ 2 ദിവസമായി പ്രതിഷേധ പ്രകടനങ്ങൾ. പ്രതിഷേധങ്ങളിൽ ഇതിനോടകം 300-ലധികം പേർക്ക് ജീവൻ നഷ്ടപ്പെട്ടു, നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു.